ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് മന്തിയും ബിരിയാണിയൊക്കെ മാറ്റി വെച്ചിട്ടേ നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നൊരു റൈസ് ആയാലോ. ഇതെന്താണെന്നറിയോ? ഇതാണ് ഉസ്ബക്ക് റൈസ് കേട്ടോ. ബീഫ് പുലാവ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു റൈസാണ്. അപ്പോൾ അധികം മസാലയൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോമ്പിന് ഇത് തന്നെ ആയാലോ. അപ്പോൾ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സെല്ലയുടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അരമണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഞാനൊരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബീഫ് നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ബീഫ് നമ്മൾ ഈ ഒരു എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം മസാലയൊന്നും ഇതിൽ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് അറബിക് മസാലയാണ് കേട്ടോ. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു കഷ്ണം മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ബീഫ് ഒന്ന് വെന്ത് കിട്ടണം, അതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ 1 കുടം വെളുത്തുള്ളി മുഴുവനായി തന്നെ ഇതങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 6 or 7 വിസിൽ വരെ ഒന്ന് ബീഫ് വേവുന്നിടത്തോളം ഒന്ന് വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. കുക്കറിൽ നിന്നും മാറ്റിയെടുക്കാം. ഇനി അതേ കുക്കറിലേക്ക് തന്നെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന അരിയില്ലേ, അത് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റോക്കും വെള്ളവും രണ്ടും കൂടി ചേർത്തിട്ട് 3.5 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചുടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു ക്യാരറ്റ് നല്ല നീളത്തിൽ സ്ലൈസ് ആയിട്ട് അരിഞ്ഞതും ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇതുപോലെ കടല ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളക്കടല ഇതിൽ മെയിനാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ലെമൺ കൂടി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു വിസിൽ നമുക്ക് വെച്ചെടുക്കാം. ഇപ്പോൾ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ കുഴഞ്ഞൊന്നും പോവാതെ നല്ല സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ലൊരു റൈസാണ് കേട്ടോ. ബീഫിൻ്റെയൊക്കെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് ഈ ഒരു റൈസിൽ നിന്നും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒരുപാട് മസാലയൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു റൈസ് തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ ബൈ.